ഇന്ത്യക്കാർക്ക് ഏറെ പ്രിയപ്പെട്ട എന്നാൽ ഇന്ത്യക്കാരല്ലാത്ത 6 ഫുഡ് ഐറ്റംസിൻ്റെ പേര് പറയാമോ? ഞാൻ പറഞ്ഞുതരാം. അതായത് ഏറ്റവും ആദ്യം ഗുലാബ് ജാമുനാണ്. നമുക്കെല്ലാം ഇഷ്ടപ്പെട്ട ഈ ഗുലാബ് ജാമുനെ ലഖ്മത്ത് അൽ ഖാദി എന്നാണ് പേർഷ്യക്കാർ വിളിച്ചിരുന്നത്. ഇതൊരു പേർഷ്യൻ ഫുഡാണ്. അതായത് പണ്ട് ഗുലാബ് ജാമുനായിട്ട് രൂപസാദൃശ്യമുള്ള ഇതൊരു പ്രത്യേക മാവ് വെച്ചാണ് ഉണ്ടാക്കുക. എന്നിട്ട് ഇതിനെ റോസ് വാട്ടർ സിറപ്പിലാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് തികച്ചും ഇന്ത്യൻ ഫുഡേ അല്ല. അടുത്തത് ജിലേബിയാണ്. ജലബിയ എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. അതും പേർഷ്യൻ ഫുഡാണ്. പിന്നെ ഇന്ത്യക്കാർക്കും മലയാളികൾക്കും ഏറെ ഇഷ്ടപ്പെട്ട മറ്റൊരു സാധനമാണ് ബിരിയാണി എന്ന് പറയുന്നത്. ഈ ബിരിയാണി പോലും ഒരു ഇന്ത്യൻ ഫുഡല്ല. ഇതുകൂടാതെ നാൻ, അതായത് ഇന്നത്തെ ഇറാനിൽ, അതായത് പണ്ടത്തെ പേർഷ്യയിലെ ഇറാൻ ഭാഗത്ത് ആയിട്ട് ഉണ്ടാക്കിയിരുന്ന ഒരു ഫുഡാണ് നാൻ എന്ന് പറയുന്നത്. അതും ഇന്ത്യൻ ഫുഡേ അല്ല. ഇനി നമ്മൾ എപ്പോഴും കുടിക്കുന്ന, രാവിലെയും രാത്രിയും കഴിയുമെങ്കിൽ 3 നേരമൊക്കെ കുടിക്കുന്ന ചായ പോലും ഇന്ത്യൻ ഫുഡല്ല. ഇത് വന്നിരിക്കുന്നത് ചൈനയിലാണ് ഒറിജിനേറ്റ് ചെയ്തിരുന്നത്. അതിനുശേഷം ബ്രിട്ടീഷുകാരാണ് ചായയെ ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നത്. ഇതുകൂടാതെ ചിക്കൻ ടിക്ക മസാല നിങ്ങൾക്കറിയായിരിക്കുമല്ലോ. ഈ ഫുഡ് ഐറ്റം വന്നിരിക്കുന്നത് യുണൈറ്റഡ് കിങ്ഡമിൽ നിന്നാണ്. അതെങ്ങനെയാണെന്നല്ലേ, അതായത് ദക്ഷിണേന്ത്യൻ ഷെഫുമാർ ബ്രിട്ടീഷുകാരുടെ ടേസ്റ്റിനനുസരിച്ച് ഉണ്ടാക്കി കൊടുത്ത ഒരു ചിക്കൻ ഡിഷാണ് ചിക്കൻ ടിക്ക മസാല. പല ഭക്ഷണങ്ങളുടെയും ചരിത്രമൊന്ന് അന്വേഷിച്ചാൽ ഇതിലെന്തെല്ലാം ഇന്ത്യൻ ഫുഡാണെന്നും അല്ലെന്നും ഒക്കെ ഒന്ന് അന്വേഷിക്കുന്നത് ഒരു രസമല്ലേ? ഒന്ന് നോക്കുക ഇനി.